48ാം വിവാഹ വാർഷികം. എൻ്റെ കർത്താവേ, ഇവിടെ 15 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ എടുത്ത് ആക്രിക്ക് കൊടുത്താലോ ഒന്ന് ആലോചിക്കുക. എങ്ങനെ ഈ 38 വർഷമൊക്കെ അടിയായി അത് പറഞ്ഞപ്പോഴാ മറ്റേ സിസ്ലി ആൻറ്റിയുടെ മോൻ്റെ കല്യാണം അതെന്താ പ്രശ്നമായി എന്ന് പറഞ്ഞു? അത് വലിയ കഷ്ടമായിടാ. അവരെല്ലാരും കൂടി വന്ന് നമ്മള് ഭയങ്കര കാര്യമായിട്ട് വിളിച്ചിട്ട് പോയതാ. പിന്നെന്തേ? ഇവിടുന്ന് എല്ലാരും പള്ളിയിലും ചെന്ന്. അപ്പൊ പെണ്ണില്ല. പെണ്ണോടെ പോയി? പെണ്ണ് വേറെ ഒരുത്തിന്റെ കൂടെ പോയി കളഞ്ഞു. അല്ല, ആ ചെക്കൻ അങ്ങനെ വേണം. അവൻ പണ്ട് പഠിച്ചിരുന്ന സമയത്തൊക്കെ ഒരുപാട് പിള്ളേരെ വഴിതിരിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ടേ. ആണോ? അതിന്റെയൊക്കെ ആയിരിക്കും. അതിന്റെയൊക്കെ ആയിരിക്കും. ആയിരിക്കും ആയിരിക്കും ആയിരിക്കും. അപ്പൊ ആ ചെക്കൻ്റെ കാര്യവും തീരുമാനമായി. ഞങ്ങളാണെങ്കിൽ ചെന്നൊരു 10,000 രൂപ അവർക്ക് കൊടുക്കുകയും ചെയ്തു. നിങ്ങൾക്ക് കൊടുത്തുവിടാൻ ഇഷ്ടം പോലെ കാശുണ്ടല്ലോ. പത്രം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. പത്രം അത്യാവശ്യം അളിയുന്നു. ഞാൻ വന്നിട്ട് തരാളിയ പത്രം തളിയ. ഈ പത്രം കൊണ്ടാളി എവിടെ പോകണം? ഞാൻ വായിച്ചു തീർന്നില്ല. അളി എനിക്കൊന്ന് ലാറ്റിൽ പോകാനാണ്. പത്രത്തിലാ ലാറ്ററി പോണേ? ലാറ്റിൽ പത്രത്തിലല്ല അളിയ പോണേ. എനിക്ക് ലാറ്റിൽ പത്രം ഇല്ലെങ്കിൽ ലാറ്റിൽ പോയി ശരിയാവില്ല. പത്രം അങ്ങോട്ട് കൊടുക്കുക. പറ്റൂല. ഞാൻ വായിച്ചു തീർന്നില്ലാന്നേ. ഞാൻ പെട്ടെന്ന് കൊണ്ടുവന്ന് തരാം. ഇയാൾക്ക് വായിക്കാനല്ല, പടം കാണാൻ വേണ്ടിയല്ലേ. പടം കണ്ടു കഴിഞ്ഞില്ലേ? ഇത് താൻ ആദ്യം വായിച്ചല്ലേ? ഇയാൾ മനഃപൂർവ്വം കാണിക്കല്ലേ? അല്ലേ? ഞാൻ ചോദിച്ചോട്ടെ, ഒരു പ്രാവശ്യം ഒരു വാർത്ത വായിക്കാന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള വാർത്ത അല്ല, ഇത് ഞാൻ 2 പ്രാവശ്യം വായിച്ചാലേ ഞാൻ പല വാർത്തകളും വിശ്വസിക്കും. അതെ, ഇച്ചായന് പേപ്പറല്ലേ വേണ്ടു. ഇന്നത്തേക്ക് ഒരു പഴയ പേപ്പർ അങ്ങ് ഒരു പണിയെടി, ഒരു വെള്ള പേപ്പർ എടുക്കും. ഇത്ര കഴുതയായി പോയല്ലോടെ നീ. ഓ, ഇവിടെ താൻ പത്രം തരുന്നുണ്ടോ? ഇവിടെ തന്നോട് രണ്ടും കൂടെ നടക്കില്ലല്ലോ. എന്തൊരു കഴുതാണ് ഇയാള്. പറഞ്ഞ മനസ്സിലായി ഇയാൾക്ക്. എന്ത് നീ കണ്ണടച്ചിട്ടാക്കല്ലേ? ഫോൺ സംസാരിക്കാൻ കേട്ടില്ലേ? ഒന്ന് വെച്ചിട്ട് അങ്ങോട്ട് മാറിക്കോ. ഇത്ര ഉറക്കെ സംസാരിക്കും. പിന്നെ ഫോൺ എന്താ ഇവിടെ വിളിച്ച് പറഞ്ഞാ പോരെ? അമ്മാവാ, ഒന്നുമില്ല, രാവിലെ ഇവിടെ ഇല്ല കുഴപ്പമൊന്നുമില്ല. എന്താടി ഇയാൾ? എന്തൊരു മനുഷ്യനാടി ഇയാൾ. എന്തായി? നിന്റെ ആങ്ങള തന്നെയാണോ ഇയാള്? എന്ത് ചെല്ലുന്നു? നിനക്കറിയാം പത്രം ഇല്ലെങ്കിൽ എന്റെ പ്രശ്നം നിനക്ക് എനിക്ക് പറയണ്ടോ? എനിക്ക് പുഴുകി തിന്ന് 1, 2 ഞാൻ മുടക്കി തരാം. ഞാനിപ്പൊ കാണിച്ചു നിനക്ക്. നിനക്കറിയാൻ പാടില്ല എനിക്ക് ഇത് വേണോന്ന്. നാളെ മുതൽ ആട്ടെ. എന്തോന്നടി ഇയാൾ ഇങ്ങനെ വേണം വെച്ച? അമ്മാവ് ഇവിടെ പറഞ്ഞു. ഇല്ല, അമ്മാവ് നോക്കത്. കോമളിനെ വിളിച്ചിട്ട് പോയി നോക്കുക. നോക്കിയിട്ട് അത് ഓക്കെ ആണെങ്കിൽ പറഞ്ഞോ, ഞാൻ ഓണറുമായിട്ട് സംസാരിക്കാം. ഓ ശരി അമ്മാവാ. അത് ഫോൺ കോള് തന്നെയാർന്നാ? പിന്നെ അല്ലാണ്ട് ഈ മനഃപൂർവ്വല്ലടെ. എന്തിനാടാ ഇങ്ങനെ ഇച്ചായനായിട്ട്? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇയാൾ ഇവിടുത്തെ ഒരു AIC അല്ലേടി? ഈ AICക്ക് കക്കൂസി പോകാനായിട്ട് പത്രം വേണമെന്ന് ആൾക്കാരറിഞ്ഞ ഭയങ്കര നാണക്കേടാണ്. ഇനി എങ്ങനെ 2 ദിവസം പത്രം വന്നില്ല എന്ന് വെച്ചാൽ ഇയാൾ TV എടുത്ത് ടോയ്ലറ്റ് വെക്കോടി? അതൊക്കെ ചെറുപ്പത്തിലെ ശീലിച്ചേക്കണം. നമുക്ക് അങ്ങനെ പെട്ടെന്ന് മാറ്റാനൊന്നും പറ്റില്ല. അങ്ങനെ എന്റെ അളി അങ്ങനെ വൃത്തിയായിട്ട് ശീലങ്ങളൊന്നും വേണ്ട. അളിയന്റെ ശീലമൊക്കെ മാറ്റി നല്ലൊരു ഗുഡ് ബോയ് ആക്കിയിട്ട് ഞാൻ ഇവിടുന്ന് പോകും കേട്ടോ. നീ എന്താ കരുതിക്കുട്ടി? അതെ, നിന്റെ കുറച്ച് നിന്റെ ശീലങ്ങൾ മാറ്റാറുണ്ട്. നീ അതൊന്ന് തൂത്തേ അങ്ങോട്ട്. തൂക്കണത് തന്നെ കുഴപ്പമോ? നീ അവൻ്റെ കൂടെ കൂടി ഉണ്ടല്ലോ, നീയും പാഴായി. ഇപ്പൊ ഞാനും തൂക്കാൻ പഠിക്കാം. തൂക്കങ്ങോട്ട്. ഇനി ഞാൻ പറയാതെ അവിടെ നിന്ന് എഴുന്നേക്കരുത്. പിന്നെ ഞാൻ തിന്ന് ആന പോലെ ആവാനാ. അല്ലെങ്കിൽ ഇനിയിപ്പോ എങ്ങനെ ഇരിക്കുന്ന ചുമ്മാ വന്നതാ. നാത്തൂനെ, അതെ, നിങ്ങളിപ്പോ ആങ്ങളും പെങ്ങളും ഭയങ്കര സ്നേഹമാണല്ലോ. പക്ഷെ ഞങ്ങൾ ഇവിടെ വരണതിന് മുൻപ് ഒരു പ്രാവശ്യം പോലും നാത്തൂൻ ക്ലീറ്റോനെ വിളിച്ചോ എന്നെ വിളിച്ചോ സംസാരിച്ചിട്ടില്ല. അപ്പൊ അതിനകത്ത് കള്ളത്തരം ഇല്ലേ? അങ്ങനെ പറയില്ല നാത്തൂനെ. ഞാൻ എങ്ങനെ വിളിക്കാനാ? ഇച്ചായന്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടെ? എന്താ ഇച്ചായന്റെ സ്വഭാവം? എന്താ കുഴപ്പം? ഇച്ചായന് ഞാനൊന്ന് അനങ്ങി എന്തെങ്കിലും ഇച്ചായന് ഇഷ്ടമല്ലാത്ത ഇത് അപ്പ ഒച്ചപ്പാടാ. ഇന്ന് കാണണില്ലേ? ഇത് ഈ ഭർത്താവ് എന്ന് പറഞ്ഞ ആള് പേടിച്ച് ജീവിക്കേണ്ടതല്ല, അവര് സ്നേഹിച്ച് ജീവിക്കേണ്ടതാ. നിങ്ങൾ ഇന്ന് എത്ര പേടിക്കണ എന്തിനാ? അത് പറയാൻ കൊള്ളാം. ഇവിടെ കാര്യത്തിൽ നടത്തി കഴിഞ്ഞാൽ ചിലപ്പോ എനിക്ക് ജീവൻ ഉണ്ടാവില്ല. നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? എത്ര നാളായാലും ഇച്ചായം മാറാൻ പോണില്ല. അത് നാത്തൂനെ കൊണ്ട് കൊള്ളില്ലെന്നേ ഞാൻ പറയുള്ളൂ. അല്ലാതെ എന്താ ഇങ്ങനെ പേടിക്കാൻ? എന്താ മനുഷ്യനല്ലേ? 24 മണിക്കൂർ ഇങ്ങനെ ബലം പിടിച്ച് ഇങ്ങനെ നടക്കും. അല്ലാതെ സ്നേഹം എന്താന്ന് ഒക്കെ ഇങ്ങനെ വല്ല പിള്ളേരെ പഠിപ്പിക്കണ പോലെ പഠിപ്പിക്കണം. അതിനൊക്കെ എൻ്റെ ക്ലീറ്റം എന്നോട് എന്ത് സ്നേഹാണെന്നറിയോ? നാത്തൂര് നാത്തൂന്റെ ഭാഗ്യം. ചായ പിടിക്ക്. ശരിക്കും കല്യാണം കഴിക്കുമ്പോഴേ പോലീസുകാരനായിരുന്നോ? അല്ലെന്നേ, ചൈന പിന്നെ കിട്ടിയ ജോലിയാ. കല്യാണമൊക്കെ കഴിഞ്ഞ് കിട്ടിയ ജോലിയാ. അപ്പൊ നാത്തൂന്റെ ഐശ്വര്യാണ്. നാത്തൂൻ കഴിച്ചില്ലല്ലോ. വന്നാ അച്ചി കഴിക്കുമ്പോ എനിക്ക് വേണ്ട. ഒന്നും വാ നാത്തൂനെ. എനിക്ക് വേണ്ട, കഴിച്ചതല്ലേ. ഇത് മുഴുവൻ ഞാൻ തിന്ന. എനിക്ക് അതെ,
ക്ലീറ്റോക്ക് എന്താ പണി? അവനവിടെ എന്താ പണി? ക്ലീറ്റോയ്ക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കണേ? ക്ലീറ്റോ അവിടെ വലിയ ആളല്ലേ. അതായത് ഇപ്പം സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലീറ്റോന് ഒരുപാട് വലിയ വലിയ ജോലികളൊക്കെ കിട്ടിയതാ. പക്ഷേ ക്ലീറ്റോന് സ്വന്തമായിട്ട് പാർട്ടി ഉണ്ട്. അപ്പം അതുകൊണ്ടിട്ട് ക്ലീറ്റോന് ജോലിക്കാൻ പറ്റില്ല. പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും ക്ലീറ്റോ വേണം നോക്കാനായിട്ട്. നാത്തൂൻ വെറുതെ ഒന്ന് തിരുവനന്തപുരത്ത് വന്ന് അന്വേഷിച്ചാൽ മതി. ക്ലീറ്റോ ആരാണെന്ന് ചോദിച്ചാൽ അവിടെ പുൽക്കൊടി പോലും പറയും ക്ലീറ്റോന്. ഞാനങ്ങനെയല്ല എന്നിട്ട് അവനെ കുറിച്ച് അറിഞ്ഞത്. എന്താ പറഞ്ഞു? അവനൊരു പണിയില്ല, ഒന്നുമില്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തരാപ്പാര നടപ്പാന്ന്. അത് ഈ അസൂയക്കാര് പറയണതല്ലേ. ക്ലീറ്റോന് എങ്ങനെ പോവാൻ പറ്റും? അതാ പറഞ്ഞ വലിയ ഉത്തരവാദിത്തം ക്ലീറ്റോന്റെ തലയിലുള്ളതേ. എത്ര പ്രാവശ്യം മന്ത്രിയാവേണ്ട ആളാന്നറിയാമോ ക്ലീറ്റോന്? പക്ഷെ അധികാരത്തിനോട് താല്പര്യമില്ല. അധികാരം വേണ്ട, പൈസയും വേണ്ട, രാജ്യസേവനം. അങ്ങനെ ചെയ്താല് അല്ല അവന് കൈക്കൂലി കിട്ടുമോ? കൈക്കൂലിയൊക്കെ കിട്ടണമെങ്കിൽ കിട്ടും. ക്ലീറ്റോന്റെ ഇങ്ങനെ അതേപോലെയുള്ള ഈ രാഷ്ട്രീയക്കാരൊക്കെ നല്ലോണം മേടിക്കുന്നുണ്ട്. പക്ഷെ ക്ലീറ്റോ അർഹതയില്ലാത്ത ഒരു പൈസ, കള്ളത്തരത്തിലുള്ള ഒരു പൈസ ക്ലീറ്റോ കൈകൊണ്ട് വിടൂലല്ലോ. അല്ലെങ്കിൽ അവനല്ലോന. അതാൽ ആ ഒരു നന്മയാണ് അറിയാലോ എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതവിടെ വെച്ചിട്ട് അതിന് ഞാൻ ചെയ്തു. അല്ല ഇതങ്ങ് ചെയ്തു വെച്ചിട്ടുണ്ട്. അല്ല ചേട്ടനെവിടെ പോയി? ചേട്ടൻ്റെ കാര്യമൊന്നും പറയണം. കാലത്ത് ഇപ്പം ദേ കുറേ റബ്ബർ ഷീറ്റ് അവിടെ ഉണക്കാനിട്ടതാണ്. അത് കാണാനില്ല. നിങ്ങോട് പോയാ ഇനിയിപ്പോൾ അതിൻ്റെ പുറകെ അന്വേഷിച്ച് പോയേക്കുവാ. അതെ, അവിടെ പോയാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ചേട്ടന് ഇപ്പം ഞങ്ങൾ വരണതിന് മുമ്പ് ഓരോ ദിവസം ഓരോ പ്രശ്നം കിട്ടുമോ അതോ പുള്ളിയായിട്ട് ഓരോന്ന് ഉണ്ടാക്കുമോ? ഇങ്ങനെ സാധാരണ എനിക്കറിയില്ല. എന്നുണ്ടേ ഓരോ പ്രശ്നം. ഇപ്പം എന്താ പ്രശ്നം നിനക്ക് അറിയാല്ല. ഇപ്പോഴുള്ള പ്രശ്നം എനിക്കറിയാം. ഞങ്ങളാ അല്ലെങ്കിലും ഉണ്ട്, എന്നും ഉണ്ട് ഓരോ പ്രശ്നങ്ങളാ. ഒന്ന് കഴിയുമ്പോൾ ഒന്ന് കഴിയുമ്പോൾ ഒന്ന്. അല്ലാണ്ട് കുടുംബത്തിരിക്കാൻ തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടെന്നും, തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഗ്രാമം കൊതിക്കാറുണ്ടെന്നും. ഡാഡി ഇതെന്താ പള്ളിപ്പാട്ടോ? ഇങ്ങനെയൊന്നും അല്ല പാടാനുള്ള ആ പാട്ട്. ഞാൻ പറഞ്ഞുതരാം. തിരികെ ഞാൻ വരുമെന്ന വാർത്ത കേൾക്കാനായി ഗ്രാമം കൊതിക്കാറുണ്ടല്ലോ. കൊള്ളാം. അതെ, സെക്രട്ടേറിയറ്റ് പഠിക്കുന്ന വല്ല സമരം നടക്കുമ്പോൾ നിന്നെ അവിടെ കൊണ്ടുപോയി പാടിച്ച എല്ലാരും പിരിഞ്ഞു പോകും. പോലീസുകാർക്ക് ജോലി കുറയും. പിന്നെ എന്തെങ്ങനെ പാടി തോപ്പിക്കാനായിട്ട് നീ ഒന്ന് ശ്രമിക്കണം. നീ ഒന്ന് ശ്രമിക്കുന്നു. നീ ആയിട്ട് കുറയ്ക്കണ്ട. നല്ല സന്തോഷത്തിലാണല്ലോ. നീ ഒന്ന് പാടിയോ കൂടി. എന്റെ അളിയെ ഇവിടുന്ന് വാരി കിട്ടി പോയ എന്ത് രസമല്ലേ ഇങ്ങനെ കിടന്ന് പാട്ടൊക്കെ പാടി ചോറൊക്കെ തിന്ന് കണിക്കൊന്നും പോണ്ട, ദേഹം വേർക്കണ്ട, സുഖാണ്. നിനക്കല്ലായിരുന്നു ഇങ്ങോട്ട് വരാൻ അത്യാവശ്യം. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോ ഇവിടെ വന്നൊരു ഇച്ചിരി റെസ്റ്റ് ഉണ്ട്. അത് അവിടെ പാർട്ടി മറ്റത് അവിടെ ഭയങ്കര മലമറിക്കുന്ന പണിയാണല്ലോ, അതെനിക്കറിയാം. ഹലോ, തിരുവനന്തപുരം ക്ലീറ്റോന്റെ തലയുടെ മുകളിൽ കൂടി ആയിരുന്നു. കൂടുതൽ ഡയലോഗ് വേണ്ട. അതേ പെങ്ങളോട് പറ. എന്ത് പെങ്ങൾക്ക് ഇപ്പൊ എന്താ കുഴപ്പം? ഇപ്പൊ ഞാൻ പെങ്ങളോട്ട് വന്നത്. അതൊക്കെ ശരിയാണ്. അവർ നല്ല സ്ത്രീയാണ്, എനിക്ക് അവരെ ഇഷ്ടമാണ്. പക്ഷേ അവർക്കും മനസ്സിലായിട്ടുണ്ട് ക്ലീറ്റോന്റെ സ്വഭാവം. ഒരു വേലയും പണി ഉണ്ടായില്ല, അലഞ്ഞിരിഞ്ഞ് നടക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാനിപ്പതേ അല്ല പ്രേതം പറഞ്ഞു. എനിക്കറിയാമോ ആര് ക്ലീറ്റോനെ പറ്റി ഇനി ആർക്കാ അറിയാനുള്ളത്? പക്ഷെ എന്നെ കൊണ്ട് പറ്റണ വിധത്തിൽ ഞാൻ നുണയൊക്കെ പറഞ്ഞ് അങ്ങനെ അല്ലാണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി പെരുമാറ്റം കൂടി ഒന്ന് ശരിയാക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ 24 മണിക്കൂർ നിങ്ങൾ പറഞ്ഞേക്കാമല്ലോ, കാശ് വരാനുണ്ട്, ബാങ്കിൽ പോണെന്ന്. ഇപ്പൊ ഒന്നും പറഞ്ഞേക്കണില്ലല്ലോ. ഇടക്കതൊക്കെ പറഞ്ഞോ, നിർത്തണ്ട. ഞാൻ വെറുതെ പറഞ്ഞോ ഇനി ഞാനിപ്പോ എന്താണ് ബാങ്കിൽ പോണോ? ഇടക്ക് വെള്ളയൊക്കെ ഇട്ടൊന്ന് പുറത്തോട്ട് ഇറങ്ങിക്കോ. ക്ലീറ്റോ സ്വന്തമായിട്ട് പാർട്ടിക്കുള്ള ആളാന്നാ ഞാൻ പറഞ്ഞേ. ഇനി അതിന്റെ പേരിൽ ഇനി മോശം വരുത്തണ്ട. ഞാൻ ഇവിടെ ഇരിക്കണം, നിനക്ക് എന്തോ വലിയ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായി. ഞാൻ പോയി തരാം. എന്ത് മനസ്സിലായി? അല്ല, ഞാനിവിടെ ഉള്ളത് നിനക്കെന്തോ പ്രശ്നമാണ്. ഞാൻ ഇവിടുന്ന് പോണം. എന്നെ കൊണ്ടപ്പം നിനക്ക് ശല്യമായി ഇവിടെ അല്ലേ? സെന്റിമെന്റൽ അറ്റാക്ക്. മക്കളെ, ഇതാണ് പറഞ്ഞത്. എല്ലാം ഈ പറഞ്ഞ മാതിരി ആദ്യത്തെ ഒരു ഇതേ ഉള്ളൂ. അത് കഴിയുമ്പോ പിന്നെ ശല്യമായി മാറും. കണ്ണ് നിറഞ്ഞിട്ടുണ്ടോ? എന്തോ ഇല്ലല്ലോ. ഇല്ല, ക്ലീറ്റോടെ കണ്ണങ്ങ് നിറയാം. ഞാൻ ഒന്ന് പുറത്തോട്ട് പോയി കളിക്കരുത്. അവിടെ കിടക്ക്. ആ മറ്റേതൊന്ന് പറഞ്ഞേ. എന്ത് മറ്റേ ഫണ്ട് വരാനുള്ള കഥ? അത് മറ്റേ നമ്മുടെ അവിടുത്തെ വീട്ടിലെ വാതിക്കൽ ഒന്ന് ക്ലീറ്റോ അറിയില്ല. എനിക്ക് വരാനുണ്ട്.
അതൊന്നും പറഞ്ഞു ക്ലീറ്റോ പറഞ്ഞൊക്കെ നല്ല എടി രസം. അത് കഥ അത് ഫണ്ട് വരാണ്ടെന്ന് പറഞ്ഞാൽ അത് ഉള്ളത് തന്നെയാണ്, അത് കഥയൊന്നുമല്ല. അത് കഥയാന്ന് ആരാ പറഞ്ഞത്? ഇടക്കിടക്ക് ഇവിടെ പറയണോ ഒന്ന് പറഞ്ഞു കാണിച്ചേ. എന്തിന് പിന്നെ പറ ഡാഡി എന്ത് പറ. സത്യം മക്കളെ, ഡാഡിക്ക് ഫണ്ട് വരാണ്ട് ശരിക്കല്ലേ ഞാനിപ്പോ പറഞ്ഞ കാര്യമായിട്ടാ. ആ എന്ത് ആ ഫണ്ട് അല്ലെ, ഫണ്ട് വരുമ്പോ ചോദിച്ചേക്കരുത്. നയാ പൈസ എന്റെ അടുത്ത് അതിന് ചോദിക്കരുത്. 1 രൂപ എനിക്ക് വേണ്ട. എനിക്ക് വേണം. നിങ്ങൾക്ക് ഭ്രാന്താണ്. അത് അങ്ങനത്തെ ഒരു ഫണ്ട് ഉണ്ടോ ലോകത്ത്? വന്നിട്ടും വരാത്ത ഡാഡിക്ക് വരാനുള്ള ഫണ്ടേ അത് രാവിലെ തുടങ്ങിയ. ഞാൻ പറഞ്ഞത് സത്യമാ. ഷീറ്റ് എടുത്ത് വിറ്റത് ക്ലീറ്റ സാറാണ്. എന്താ കാലത്തെ കിടന്ന് ഒച്ചപ്പാട്? എന്താ ആങ്ങളെന്തേ അവനവിടെ കണ്ടുണ്ടായില്ല. വിളിച്ചേ? എന്തിന്? അവൻ വന്ന് കേറി അന്ന് മുതൽ തലവേദന. എന്ത് തലവേദന? എന്നാ അത് ഞാൻ മാറ്റിത്തരാം. തലവേദന എന്നാ, മാറ്റാൻ എന്നാടി? എന്തെങ്കിലും ഇതൊക്കെ നല്ല പോലെ ഉണക്കണം ഓ, കേട്ടോ, ശരി, തിരിച്ച് ശരി, മറിച്ച് വിട്ട്. എന്താടി എന്താണ് തന്റെ ഉദ്ദേശം എന്താണ്? എന്താ ഉദ്ദേശം? എനിക്ക് നല്ല ഉദ്ദേശമല്ലേ ഉള്ളു, അല്ലേ പിന്നെ ഞാൻ എന്ത് ഉദ്ദേശിക്കാൻ? എടി നിനക്കൊരു കാര്യം അറിയാമോ? ഇവിടുന്ന് കാണാനില്ല എന്ന് പറഞ്ഞ ഷീറ്റില്ലേ, ഈ കള്ളനുണ്ട്. അതായത് ഇവനല്ല, ഇവനുണ്ട് കള്ളൻ. ആര് കള്ളൻ? കള്ളൻ കുള്ളൻ എന്നൊക്കെ വിളിക്കുന്നത് സൂക്ഷിച്ചു വേണം. പിന്നെ ഇത് ഇവിടുന്ന് കക്കി കൊണ്ടുപോയെന്നല്ല, ഇത് എനിക്കൊരു അവകാശപ്പെട്ട എന്റെ മുതൽ, അതാണ് ഞാൻ എടുത്തോണ്ട് പോയത്. അവകാശപ്പെട്ടത് കട്ടോണ്ടാണോ പോണത്? ഇത് ഞാൻ അതിന്റെ പേരാണ് കളവെന്ന്. അല്ലെങ്കിൽ പോലീസാണല്ലോ, നിങ്ങൾക്ക് എല്ലാം മോഷണം അതൊക്കെ തോന്നുള്ളൂ. ഇത് എന്റെ മുതല, എനിക്കൂടെ അവകാശം. എന്റെ അപ്പച്ച അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഇവളെ എന്റെ ആരാ? പെങ്ങളാണല്ലോ, എവളുടെ തന്തെന്ന് പറയുന്നത് എന്റെ എന്തെന്താണല്ലോ, അപ്പൊ എനിക്കും ഉണ്ട് അവകാശം. അതാണ് ഞാൻ കൊണ്ടുപോയത്. അത് കാണാതെ എടുത്തിട്ട് പോണോ? അത് എന്റെ അടുത്ത് പറയണോ? കൊറേ നേരമല്ലേ നിങ്ങൾ കള്ളൻ ആരാ കട്ടത്? ഇയാള് നിങ്ങൾക്ക് അറിയാമോ? ഞങ്ങൾക്കറിയാം, നന്നായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ. എന്റെ ക്ലീറ്റോന് അവകാശപ്പെട്ട സ്ഥലത്ത് നിന്ന് ക്ലീറ്റോന് അവകാശപ്പെട്ട സാധനം എടുത്തിട്ട് പോകണം. അതെങ്ങനെ കളവാകും? എന്റെ നാത്തൂന് അതൊക്കെ ശരി, എന്നാൽ ഇവനൊന്ന് ചോദിക്കാൻ പാടില്ല. ചോദിക്കണം. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഇത്രയും കാലം ഈ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ച് അനുഭവിച്ചല്ലോ, ആരെങ്കിലും ഞങ്ങളോട് ചോദിച്ചു ഇതെടുത്ത് അനുഭവിച്ച വെറുതെ ഒന്നുമല്ല. മരുഭൂമി പോലെ കിടക്കണ ഒരു തുള്ളി വെള്ളമില്ലാണ്ട് ഞാൻ അധ്വാനിച്ച് ഉഴുതു മറിച്ച് എല്ലാം ഫലം കിട്ടി തുടങ്ങിയപ്പോ വന്നിരിക്കുന്ന അനുഭവിക്കാൻ. ഉഴുതു പറിക്കാൻ ഇയാള് കാളയാ. പിന്നെ നാട്ടുകാര് കേൾക്കാം, ഇനി നാട്ടുകാർ ഇവിടുത്തെ കഥകൾ അറിയാഞ്ഞിട്ടേ ഉള്ളൂ. അപ്പനെ അന്ന് ഈ തെണ്ടി ഇറക്കി വിട്ടത് നീ തെണ്ടിന്ന് വിളിക്കരുത്. നീ പോളെ തെണ്ടിയുടെ മോനെ. കൂടുതലും ഇത് കാണിക്കരുത്. സ്റ്റേഷനിലെ രീതിയൊക്കെ സ്റ്റേഷനിൽ മതി കേട്ടാ. ഇവിടെ ഇപ്പൊ ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ട്. അങ്ങനെ എല്ലാ തോന്നിയ ഈ കുടുംബത്തിൽ നടക്കുന്നു വിചാരിക്കണ്ട. നാണമില്ല ഇത്രയും വളരെ കക്കാൻ പോകാൻ വേണ്ടി. പിന്നെ നിങ്ങൾ പറയാം കള്ളൻ എന്താ വിളിക്കുന്നത്? അയ്യോ, ഒരു പുണ്യാത്മാവ്. ഞാൻ പുണ്യാത്മാവ് തന്നെ. ഞാൻ അധ്വാനിച്ചു. മാതാപിതാക്കളെ നോക്കണ ഏറ്റവും വലിയ കാര്യം. ഇറക്കി വിട്ടില്ലേ? അധ്വാനിച്ചുണ്ടാക്കിയവര് നിങ്ങൾ ഇറക്കി വിട്ടില്ലേ? പിന്നൊരു കാര്യം പറഞ്ഞേക്കാം, ഈ റബ്ബർ എല്ലാം മുറിച്ച് മാറ്റിയിട്ട് ഞാൻ തെങ്ങും തൈ വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി അതിനെതിരെ ഞഞ്ഞപിഞ്ഞ് പറഞ്ഞതുകൊണ്ടല്ലോ നീ ഞൊട്ടും മുട്ടുകാല അടിച്ചോടിക്കാൻ. അയ്യോ, നീ അടിച്ചോടി കഴിഞ്ഞ് വാ. എന്നെങ്കിലും ഞാൻ ആഭ്യന്തര മന്ത്രി ആയോണ്ടല്ലോ നിന്റെ തൊപ്പി ഞാൻ തീർക്കും. എടാ താൻ പോയിട്ട് ആദ്യം അറ്റ്ലീസ്റ്റ് ഒരു വാർഡ് മെമ്പറെങ്കിലോ, എന്നിട്ട് ആകാൻ നിനക്ക് മറ്റേത് ആഭ്യന്തരമന്ത്രി. നിനക്ക് ഞാൻ അല്ല നിനക്ക് പറ്റും, നീ കള്ളനല്ല. നീ പാടി ഞാനുള്ള കഷ്ടപ്പെടുന്നത്. ഓളാ വയ്ക്കോ പറയാ തെണ്ടിയുടെ മോനെ. വേണ്ടാന്ന് വെക്കുമ്പോഴേ മിണ്ടാതിരുന്ന് ഞാൻ തറയായ അങ്ങേറ്റം തറയാവും. പിന്നെ ഇതിനപ്പുറത്തേക്ക് പറയാൻ പറ്റില്ല ഒരാൾക്ക്. പക്ഷെ നീ കുറച്ച് ഇതായി കേട്ടോ, നിനക്ക് നല്ല മാറ്റമുണ്ട്. നീ ചക്കരേ, അപ്പൊ മറ്റേ സംഗതി എപ്പോഴാ കൊണ്ടുപോയത്? ചീറ്റേ, നിങ്ങൾ എങ്ങനെ ചീത്ത വിളിക്കാതിരിക്കും ക്ലീറ്റോ? ഞാൻ അവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞില്ല എന്നുള്ളൂ. കൊണ്ടുപോയത് വീട്ടിൽ കിടക്കുന്ന മുതലാണോ മോഷ്ടിച്ചോണ്ട് പോണത്? നീ അങ്ങനെ പറയല്ലേ. അല്ലേ, നിങ്ങൾ എന്നോട് എന്താ പറയാഞ്ഞത്? എന്നോട് പറയാറുന്നില്ല നിങ്ങൾക്ക്? ഞാൻ നിന്നോട് പറഞ്ഞ ചിലപ്പോ പൈസ കണക്ക് എന്തൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് വേഗം പറഞ്ഞു. ഇനി അവര് പറഞ്ഞതിനും എന്നെ കള്ളനാക്കണേ. ഞാൻ എന്താ കൊണ്ടുപോയി? എന്റെ അവകാശം ഈ ഷീറ്റ് മാത്രമേ ഞാൻ കൊണ്ടുപോയിട്ടുള്ളൂ. 5 ഷീറ്റ് 5 ഷീറ്റ്. എന്റെ പൊന്ന്, എന്നിട്ട് ആ പൈസ എന്ത് ചെയ്തു? പൈസ പൈസ കളഞ്ഞു പോയി. കളഞ്ഞു പോയോ? എവിടെ കളഞ്ഞു പോയി? വഴിയിലെ എവിടെയോ കളഞ്ഞു പോയി. അത് കളഞ്ഞു പോയി. ആ, അത് കൊള്ളാം. അതങ്ങോട്ട് ഏറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് എന്താ ക്ലീറ്റോ ഇത്രയും ചെലവ്? നിങ്ങൾ എവിടെ കൊണ്ടുപോയി കൊടുക്കണ ഈ പൈസ? ഈ കുടുംബത്തിൽ ഒരു 10 പൈസ കൊടുക്കണില്ല. കള്ളു കുടിക്കണ്ടോന്ന് വെച്ചാൽ അതും ചെയ്യണില്ല. സിഗരറ്റ് വലിക്കണ്ടോന്ന് വെച്ചാൽ അതും ഇല്ല. പിന്നെ നിങ്ങൾ ഇത് എങ്ങോട്ട് കൊണ്ടുപോകണം? ഇതിപ്പോ കളഞ്ഞു പോയതാ സത്യം. ഇനി ഇവിടെ നിന്ന് എന്നോട് പറയാതെ എന്തെങ്കിലും ഒരു സാധനം എടുത്തിട്ടുണ്ടെങ്കിൽ ശരിയാക്കി തരാൻ ഞാൻ. അതെ, ഇനി അറിഞ്ഞില്ല പറഞ്ഞില്ല എന്ന് പറയല്. ഈ കിടക്കണതിൽ ഒരു 10 ഷീറ്റ് ഞാൻ നാളെ കൊണ്ടുപോയി വിൽക്കും. അതൊക്കെ ഒന്ന് ഉണക്കിയിട്ടെ.
എന്റെ പൗലോച്ചായ എന്തേ കാണിക്കണേ? ഒന്ന് അടങ്ങ്. അതേടി, അല്ലെങ്കിൽ നീ നിന്റെ ആങ്ങളെ എപ്പോഴും സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കും. എനിക്കറിയാം. മമ്മി ഏത് നേരം അവരുടെ സൈഡാ, ഞാൻ എപ്പോഴും നോക്കാം. എടാ അവൻ എന്റെ ആങ്ങളെയല്ലേ, പിന്നെ ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യണ്ടേ? പിന്നെ എന്നാ തലയിൽ കയറ്റി വെക്കടി. ഇപ്പൊ ഞാൻ നിന്റെ ആരാണ്? പൗലോച്ചായൻ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണ്? ഞാനും ക്ലീറ്റോയും ജനിച്ചു വളർന്ന വീടാണ്. അപ്പൊ അവനൊരു ആഗ്രഹം കാണൂലേ, അവനൊരു ഷെയർ വേണമെന്ന്? എല്ലാം കൂടി നിങ്ങൾക്ക് മാത്രം മതിയാ? അപ്പച്ചനെ അമ്മേനെ ഇവിടുന്ന് ഇറക്കി വിട്ടതിന്റെ ദേഷ്യാണ് ഞങ്ങൾക്ക്. ആ, അതാണ് കാര്യം. അത് കറക്റ്റ് ആവാൻ പറഞ്ഞേ. അത് ശരിയല്ലേ? പറയുന്നതിന് വല്ല തെറ്റുണ്ടോ? വായ എടുക്കുന്നു, ഫോൺ അറ്റൻഡ് ചെയ്യട്ടെ. ഹലോ, മരം മുറിക്കുന്ന എവിടുന്ന്? ആ, നമ്മുടെ പറമ്പ് തന്നെയാണോ? ഒന്ന് നോക്കിയ നീ. അല്ല, ആര് പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ? കുറച്ച് കൊല്ലം മുമ്പ് പറഞ്ഞ കെട്ടിന്റെ ക്ഷീണം ഇതുവരെ മാറിയില്ല. കെട്ടാൻ നിന്റെ കെട്ടിനടുത്ത് പറയണേ. കളിക്കുന്നോ? തോന്നിയാസം കാണിക്കണോ നീ? എന്റെ പറമ്പിൽ നിന്ന് തേക്ക് നിന്റെ പറമ്പോ? അതൊക്കെ നിന്റെ പറമ്പോ? എനിക്കൂടെ അവകാശപ്പെട്ട എന്റെ പറമ്പിൽ നിന്ന് തേക്ക് ഞാൻ മുറിച്ച് വെക്കും. ഓ, പിന്നെ ഇയാള് തേക്കിനൊന്നും വെള്ളം ഒഴിച്ചോണ്ടിരിക്കല്ലേ ജനിച്ചപ്പോ മുതലേ? നീ പോടാ, നിന്നെ ഞാൻ തീർക്കും. നിന്നെ ഞാൻ ശരിക്കും കേട്ടാ. നീ തീർക്കാനിച്ച് വാ. നീ DGP ഒന്നുമല്ലല്ലോ, തുക്കട പോലീസുകാരനെ ഞാൻ മതിയണം നിന്നെ. പിന്നെ നീ പോലീസുകാരൻ, നീ പേടിപ്പിക്കല്ല. ക്ലീറ്റ് ഒരുപാട് പോലീസുകാരെ കണ്ട ചുമ്മാ പോലീസുകാർ സ്വാഗതക്കറിയില്ല കേട്ടോ. പോടാ, ഒരുപാട് പോലീസിനെ കണ്ടതാ ക്ലീറ്റോ. നീ ഒരു കാര്യം ഓർത്തോ, ക്ലീറ്റോ ഇന്ന് തേക്ക് വിറ്റ് നാളെ നല്ല വില കിട്ടണമെങ്കിൽ ഈ വീടും സ്ഥലവും വയ്ക്കും. അതിന്റെ പകുതി നിനക്ക് ഞാൻ തരും. പകുതിയല്ല, ഞാൻ മുഴുവൻ നിനക്ക് തരാം. നിന്നെ ഞാൻ വെച്ചേക്കണോ കൊല്ലുവാ. ഈ സെൻട്രൽ ജയിലിൽ റൂം ബുക്ക് ചെയ്തിട്ടോ? പോലീസുകാരോടാ കളി. നിങ്ങൾ വെറുതെ പൊട്ടനാവരുത്. പോലീസ് യൂണിഫോമിലാ. യൂണിഫോം കിട്ടാണോ അടിച്ചാലുള്ള അവസ്ഥ എന്താ? നിങ്ങൾ പിടുത്താ നോക്കണതായാണ്. പോലീസ് യൂണിഫോം ഇട്ടിട്ട് നിന്നെ ഞാൻ തല്ലി കഴിഞ്ഞ കേസ് വേറെ ആവുമല്ലോ. ആ കളി ക്ലീറ്റ് എടുത്ത് കണ്ടാ ഓണാണെങ്കിൽ ഇത് ഊരി വെച്ചിട്ട് യൂണിഫോം ഊരി വെച്ചിട്ട് എന്റെ അപ്പച്ച പോലെ എന്നെ തന്നിട്ടില്ല. അത് എന്റെ ഭാര്യയുടെ മുമ്പ് വെച്ച്. ഭാര്യ പിന്നെ ഇതിനു മുമ്പ് ഒന്നും കണ്ടിട്ടില്ലല്ലോ. എന്റെ കൊച്ചിന്റെ മുമ്പ് വെച്ച്. മക്കളെ പേടിക്കണ്ട, ഡാഡിക്കൊന്നുമില്ല. കഴിഞ്ഞോ? കഴിഞ്ഞില്ലടേ. അവനെ ഇന്ന് വെട്ടി 2 തുണ്ടാക്കിട്ടേ ക്ലീറ്റ് അടങ്ങും. എന്നിട്ട് അടങ്ങിയാ മതി. നിങ്ങൾ വെട്ടാൻ ചെല്ലുമ്പോഴത്തേനും അയാൾ കൈ നീട്ടി നിൽക്കല്ലേ? അവൻ ആരടി? അവൻ ആര്? ആരാന്ന് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല? അവര് ഉണക്ക പോലീസ്. പിന്നെ ക്ലീറ്റ് ഒരുപാട് പോലീസിനെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ എവിടെ കണ്ടിട്ടുണ്ട്? ഞാൻ കണ്ടിട്ടുണ്ടടി പലയിടത്തും. കാനകനോട് കളിക്കുന്ന പോലെ അയാൾ പോയി കളിക്കരുത് കേട്ടോ. കാനകനെ ഇത്രയും വർഷമല്ല, ഇത് അതും വലിയ വർഷം. അവനെ ഞാൻ ഇന്ന് അവസാനിപ്പിക്കും. അനുഭവിച്ചോ? ഞാൻ മനോടാ നിക്കടാ. Alien versus Alien.